നമ്മളോടൊപ്പം ശ്രീ ജോർജ് ജോസഫ് സാറുണ്ട്. ശ്രീ ജോർജ് ജോസഫ് സാർ, ഇത് ഈ സംഭവങ്ങൾ ഒന്നായിട്ട് നോക്കുമ്പോൾ താങ്കൾക്കിതിൽ സ്വീകരിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ വിശ്വസിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ ഇതിൽ മിസ്സിംഗ് ലിങ്ക് എന്ന് താങ്കൾക്ക് തോന്നിയുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണ്? അതോ ഈ പറഞ്ഞ ചെറുപ്പക്കാരൻ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും വസ്തുതയാണ് എന്ന് പോലീസ് കരുതുമോ? അല്ല, ചെറുപ്പക്കാരൻ പറഞ്ഞത് തീർച്ചയായിട്ടും ഒരു ഭൂരിപക്ഷം വസ്തുതയാണ്. കാരണം രണ്ടുപേരും ലിവിങ് ടുഗദർ കൊഹാബിറ്റേഷൻ ഉണ്ടായി, അവിവാഹിതരാണ്, അവർ വിവാഹം കഴിച്ചിട്ടുമില്ല. അതേസമയത്ത് അതിൽ കുട്ടികളുണ്ടായി. ആദ്യത്തെ കുട്ടിയെ അവർ ലിവിങ് ടുഗദർ അല്ലെങ്കിൽ ലിവിങ് ടുഗദർ എന്ന് പറയാനൊക്കില്ല, അത് രണ്ട് വീട്ടിലും രണ്ടായിട്ടാണ് താമസിച്ചതെന്ന് പറയുന്നുണ്ട്. ഒരുമിച്ചൊരു വീടെടുത്ത് താമസിച്ചായിട്ടുള്ള എവിഡൻസ് ഇപ്പം വരുന്നില്ല. ഏതായാലും ഒരു കൊഹാബിറ്റേഷൻ രണ്ടുപേരും തമ്മിൽ അവിവാഹിതരാണ്, വിവാഹം കഴിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന കുട്ടിയാണ്. ആ കുട്ടികളെ എന്താണ് ഇവർക്കൊരു കടപ്പാട്, ബാധ്യത? നമ്മൾ വിവാഹമൊക്കെ ഫിക്സ് ചെയ്യുന്ന രണ്ട് കുടുംബങ്ങളും ബന്ധുക്കളും ഒക്കെ കൂടിയാണ്. അതിൻ്റെ കാരണം ഇതിലുണ്ടാകുന്ന കുട്ടികളിൽ ആ കുട്ടികളെ ലീഗൽ റൈറ്റ് പ്രൊട്ടക്റ്റ് ചെയ്തേ പറ്റുള്ളൂ. കാരണം ഇപ്പം ഈ കൊഹാബിറ്റേഷൻ മൂലം ഉണ്ടാകുന്ന കുട്ടികളുടെ ലീഗൽ റൈറ്റ് വലിയ പ്രശ്നമാണ് അത്. കാരണം ഇന്ത്യയിലെ നമ്മുടെ പീനൽ കോഡുകളിലൊക്കെ രണ്ട് ആൾക്കാർ തമ്മിൽ വിവാഹം കഴിച്ചവർ അവരെ ആ വിവാഹ ജീവിതത്തിനിടയ്ക്ക് വേറൊരാൾ വീണ്ടും പോയി വിവാഹം കഴിച്ചാൽ അത് കുറ്റകരമാണ്. കോഗ്നിസബിൾ ഒഫൻസാണ് ഇന്ത്യയിൽ. 7 വർഷം വരെ അകത്തോട്ട് പോകും. അതിന് യാതൊരു സംശയമില്ല. കാരണം അപ്പോൾ അതാണ് ഇന്ത്യയുടെ നിയമം. ആ നിയമത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൻ്റെ ഭദ്രതയെ കണക്കാക്കിയിട്ടാണ് ഇന്ത്യയിൽ ആ നിയമങ്ങൾ ഉണ്ടാക്കി വച്ചിരിക്കുന്നത്. ഇവിടെ ഇവർ ധാർമ്മികമായ ഒരു കടപ്പാടും രണ്ടു പേർക്കുമില്ല. അവരിലുണ്ടാകുന്ന കുട്ടികൾ അവർ കൊന്നുകളയാണ്. രണ്ടുപേരും കുറ്റക്കാരാണ്. ആ കൊന്നുകളഞ്ഞ കുട്ടികൾക്ക് ഒരു റൈറ്റുണ്ട്. നമുക്ക് ലീഗലായിട്ട് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പ്രോപ്പർട്ടിയിലും മറ്റു കാര്യത്തിലുമൊക്കെ അതിലുണ്ടാകുന്ന കുട്ടികൾക്ക് തീർച്ചയായിട്ടും അവകാശങ്ങളുണ്ട്, ലീഗൽ റൈറ്റുണ്ട്, അപ്പൻ്റെയും അമ്മയുടെയും. ഇവിടെ ഈ ലിവിങ് ടുഗദർ അല്ലെങ്കിൽ ഇങ്ങനെ കൊഹാബിറ്റേഷൻ മുഖേന ഉണ്ടാകുന്ന കുട്ടികൾക്ക് എന്താണ് റൈറ്റ്? ഇന്ത്യയിൽ അങ്ങനെ ഒരു നിയമങ്ങളില്ല. പക്ഷേ തീർച്ചയായിട്ടും അതിനൊരു നിയമം വരണം, അല്ലെങ്കിൽ ലീഗലായി. ഇതിനകത്ത് DNA തെളിഞ്ഞാൽ രണ്ട് കൂട്ടർക്കും ആ കുട്ടികൾക്ക് ജീവിക്കാൻ കഴിഞ്ഞെങ്കിൽ ആ അപ്പൻ്റെയും അമ്മയുടെയും സ്വത്തിന് അവകാശം വരും DNA, കാരണം അവരുടെ കുട്ടികളാണെന്ന് തെളിഞ്ഞു. ജോർജ് ജോസഫ് സാർ, ഇപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ആദ്യത്തെ കുട്ടി ജനിച്ചപ്പോൾ തന്നെ ജീവനില്ലായിരുന്നു, അങ്ങനെ അവർ കുഴിച്ചു മൂടി. രണ്ടാമത്തെ കുട്ടിക്ക് ജീവൻ ഉണ്ടായിരുന്നു, കരച്ചിൽ പുറത്ത് കേൾക്കാതിരിക്കാൻ വേണ്ടി കൊല ചെയ്തു എന്നാണ് ഈ അനീഷ എന്ന ഈ യുവതി പറയുന്നത്. അപ്പോൾ അവർ പിന്നീട് ഈ കുഞ്ഞിനെ കുഴിച്ചു മൂടുന്നു. ഇനി ഈ അനീഷ എന്ന് പറഞ്ഞ സ്ത്രീ വേറൊരു വിവാഹത്തിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ വേറൊരു ബന്ധം അവർക്കുണ്ടെന്ന സംശയത്തിൻ്റെ പേരിൽ ഈ ചെറുപ്പക്കാരൻ മദ്യപിച്ച് ഈ അസ്ഥിയൊക്കെ ആയിട്ട് പോലീസിൻ്റെ അടുത്ത് വരുന്നു. അസ്ഥി സൂക്ഷിക്കാൻ കാരണം കർമ്മം ചെയ്യാൻ വേണ്ടിയാണ്. ഇത്രയും കാര്യങ്ങളാണല്ലോ ജോർജ് ജോസഫ് സാർ പോലീസിൻ്റെ കൈവശമുള്ളത്, അവരുടെ മുന്നിലെത്തിയിരിക്കുന്നത്. ഇതെല്ലാം അതുപോലെ തന്നെ സംഭവിച്ചതായിരിക്കുമോ? സാധ്യത വളരെ കുറവാണ്. കാരണം ഏതായാലും ഇപ്പോൾ അവിടുത്തെ പോലീസ് ഓഫീസർ പറയുന്നത് കേട്ടു, ആ അസ്ഥി ഏതായാലും കുട്ടികളുടെ അസ്ഥിയാണെന്ന്. ഇവരുടെ ആണെങ്കിൽ DNA മുഖേന നമുക്കത് പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ടെൻഡർ ആയിട്ടുള്ള ഒരു കുട്ടിയുടെ അല്ലെങ്കിൽ അസ്ഥികൾ അറിയാം, കൊച്ചു കുട്ടികളുടെ അസ്ഥികൾ നമ്മൾ കുഴിച്ചിട്ടാൽ തന്നെ അധികം നാൾ അത് നിലനിൽക്കത്തില്ല. അത് ചിലപ്പോൾ 1-2 വർഷത്തിന് കംപ്ലീറ്റ് മണ്ണിൽ ലയിച്ചങ്ങ് പോകും. കൂടി ചെന്നാൽ ഒരു വർഷം കൊച്ചുകുട്ടി ഉണ്ടായ ഉടനെ. അതേസമയത്ത് അതിൻ്റെ പെൽവിക്ക് അങ്ങനെയുള്ള ഏരിയയിലെ അസ്ഥികൾ അല്ലെങ്കിൽ നമ്മുടെ തുടയിലെ അല്ലെ ഹിപ്പിൻ്റെ ഭാഗത്തെ അത് മാത്രം കുറച്ച് ഹാർഡായിരിക്കും, അത് മാത്രം കിട്ടിയെന്ന് വരും. പക്ഷേ ഇതെങ്ങനെ ഈ അസ്ഥി എടുത്തു എന്നുള്ള കാര്യം ഇനിയൊരു പ്രശ്നമാണ്. അത് ഇവരെ തന്നെയാണോ കുട്ടികളുടെ ആണോ എന്ന് DNA മുഖേന അത് നോക്കി കണ്ടെടുത്താൻ കഴിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് പോലീസ് കിടന്ന് വെള്ളം കുടിക്കും. കാരണം ഇങ്ങനെ ഒരാൾ മദ്യപിച്ചിട്ട് അയാൾ കുറേ അസ്ഥിയായിട്ട് വന്നു, അത് ഞങ്ങൾ വേറൊരു പെൺകുട്ടിയായിട്ടുള്ള ബന്ധത്തിലുണ്ടായ അസ്ഥിയാണെന്ന് പറഞ്ഞു. അത് ചിലപ്പോൾ അയാൾ മദ്യത്തിൻ്റെ ആസക്തിയിൽ ഭാര്യ വേറൊരുത്തനുമായിട്ട് പുതിയൊരു ബന്ധം സ്ഥാപിച്ച് അവളെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി ഇതങ്ങ് ഡിസ്ക്ലോസ് ചെയ്യാൻ നേരെ പോലീസ് സ്റ്റേഷനിൽ കയറി വരികയാണ്. അപ്പോൾ അതായിരിക്കും അതിനുള്ള സാധ്യത കൂടുതലാണ്. കാരണം വേറൊരു ബന്ധം ഡെവലപ്പ് ചെയ്തു, എപ്പം വിളിച്ചാലും അവളുടെ ഫോൺ എൻഗേജ്ഡ്, അങ്ങനെ സംശയം. ഇവരതിലെ സോഷ്യൽ മീഡിയയിൽ കൂടി പരിചയപ്പെട്ടവരാണ് ഇവർ രണ്ടുപേരും എന്നാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ. അപ്പോൾ ഇതിനകത്ത് പോലീസിന് ഇതൊരു മർഡർ ആണെങ്കിൽ തന്നെയും രണ്ടും ഒരു മർഡറാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ആദ്യത്തെ കുട്ടി ചാപിള്ളയായിട്ട് ജനിച്ചു എന്ന് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് തീർച്ചയായിട്ടും ഉണ്ടായപ്പം തന്നെ അതിനെ കൊന്നിട്ടുണ്ടാവും. രണ്ടാമതും അങ്ങനെ തന്നെ. പക്ഷേ ഒരു രണ്ട് മർഡർ നടന്നിട്ട്
നമുക്കത് പ്രൂവ് ചെയ്യാൻ കഴിയാൻ ബുദ്ധിമുട്ടാണ്. കാരണം എങ്ങനെ തെളിയിക്കും ഈ അസ്ഥി വെച്ചിട്ട്? അപ്പോൾ അതിൻ്റെ ബോഡി ടിഷ്യൂസ് മുഴുവൻ പോയി കഴിഞ്ഞിരിക്കുന്നു. അസ്ഥി ഇത് അതിൻ്റെ ആണെങ്കിൽ DNA വിചാരിച്ച് ഡിഫറൻറ്റ് അസ്ഥി ആണെങ്കിൽ തീർച്ചയായിട്ടും അത് പ്രശ്നം ഒന്നുകൂടെ ഗുരുതരമാവും. അപ്പോൾ ഇത് എവിഡൻസ് ഇല്ലാതെ ക്ലോസ് ചെയ്യേണ്ടി വരും. കാരണം 2 കുട്ടികൾ ഉണ്ടായി, ഇവരുടെ ആണെന്ന് പറയുന്നു, അവരുടെ ആണെന്ന് പ്രൂഫില്ല. രണ്ടാമത്തെ ആ കുട്ടിയെ കൊന്നതാണെന്ന് പറഞ്ഞ് അതിന് പ്രൂഫ് ഉണ്ടാകാൻ അത് ഇനി ഉണ്ടാകാനുള്ള സാധ്യതയില്ല. അപ്പോൾ ആ ഭാഗം ഇത് വളരെ വീക്കാവും. അതുകൊണ്ട് പോലീസ് ഏതായാലും ഇത് ചെയ്യാതിരിക്കാൻ ഒക്കില്ല. കാരണം ഒരാൾ വന്ന് കൺഫസ് ചെയ്യുകയാണ്, അയാളുടെ കുട്ടി, അയാളുടെ ലിവിങ് പാർട്ട്ണറുമായിട്ടുള്ള അവരുടെ കുട്ടിയാണ്, അതിൻ്റെ അസ്ഥികളാണ് ഇത്, അത് കർമ്മത്തിന് വേണ്ടി. ഇതുപോലെ ഒരു കൊലപാതകം ഇതുപോലെ ചെയ്ത് ജീവിക്കുന്നവർക്ക് എന്താണ് കർമ്മം? നേരത്തെ നമ്മുടെ സൈക്കോളജിസ്റ്റ് ആരും അത് പറഞ്ഞു. എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്ന. അപ്പോൾ അതൊക്കെ പറ്റിക്കാൻ വേണ്ടി ചെയ്തിരിക്കുന്ന ആകാനാണ് സാധ്യത. ഇവരുടെ വിദ്യാഭ്യാസ യോഗ്യതയൊക്കെ എന്താണ് നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നത്. കാരണം 2 പേരുടെയും കാരണം ധാർമ്മികമായ ഒരു 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 കടമയും പരസ്പരം ഇല്ല, അതുപോലെ സമൂഹത്തിനോടും ഇല്ല. അങ്ങനെ അങ്ങ് കാള പോലെ ജീവിച്ചു വന്നവരാണ് 2 പേരെന്ന് ഞാൻ പറയുന്നു. കാരണം അങ്ങനെയല്ലല്ലോ നമ്മുടെ ഇന്ത്യയുടെ സംസ്കാരവും ഇന്ത്യയുടെ കെട്ടുപാടും നമുക്കൊരു കുടുംബാന്തരീക്ഷത്തിലാണ്. ഭാര്യയും ഭർത്താവും വിവാഹം കഴിച്ചു കൊടുക്കുന്നത്. കാരണം ലോക രാഷ്ട്രങ്ങളിൽ എല്ലായിടത്തും നമ്മൾ നോക്കി ഇന്ത്യയുടെ ആ വിവാഹത്തിൻ്റെ ആ രീതിയിലുള്ള ഒരു ചടങ്ങുകളെങ്ങും ഇപ്പോൾ ഇല്ല. പരസ്പരം അങ്ങ് താമസിച്ച് അതിൽ കുട്ടികളുണ്ടായും സമൂഹത്തിനോടോ കുടുംബത്തിനോടോ അല്ലെങ്കിൽ രാജ്യത്തിനോടോ ഒരു കടപ്പാടുമില്ലാത്ത രീതിയിലാണ് എല്ലാവരും പല രാജ്യങ്ങളിൽ വളരുന്നത്. അത് വലിയ ഹൈലി സോഫിസ്റ്റിക്കേറ്റഡായ വലിയ രാജ്യങ്ങളിലൊക്കെ അങ്ങനെയാണ്. പക്ഷേ ഇന്ത്യയിൽ നമ്മൾ അങ്ങനെയല്ല. ഇവിടെ നമ്മുടെ കുടുംബ ഭദ്രതയാണ് പ്രാമുഖ്യം കൊടുക്കുന്നത്. ഇന്ത്യയുടെ പൈതൃകം അതാണ്. അതുകൊണ്ട് ആ വ്യവസ്ഥയ്ക്ക് എതിരായിട്ട് ഇവർ സഞ്ചരിക്കുന്നുണ്ട്. ചില ആൾക്കാർ ധാരാളം വരുന്നു. ഞാൻ തൃശ്ശൂർ തന്നെ വേറൊരു സ്ഥലത്തുണ്ടായിരുന്നല്ലോ, ഒരു കുഞ്ഞ് ജനിച്ച ഉടനെ കുഞ്ഞിൻ്റെ മൃതദേഹം വെള്ളത്തിൽ കൂടെ ഒഴുകി വന്ന് അവിടെ ചെളിയുടെ കൂടെ കിടക്കുന്നു. അത് ഇങ്ങനെ ലിവിങ് ടുഗദർ അങ്ങനെ ഉണ്ടായൊരു കുട്ടിയാണ്. അത് പിന്നെ അവരെയൊക്കെ അറസ്റ്റൊക്കെ ചെയ്യും. ഇത്